ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ തോപ്രാംകുടിക്ക് പോവുകയാണ്. അവിടെ പള്ളിപ്പെരുന്നാൾ ഗ്രാൻഡായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ ഓൾറെഡി പോയി തിരിച്ചു വന്നു. ഇന്നലെ നമുക്ക് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു തിരിച്ച്. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ വീഡിയോ എപ്പോഴാണ് വരികയെന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് വീണ്ടും പോവുകയാണ്. ഇന്ന് പ്രദക്ഷിണം കാര്യങ്ങളൊക്കെ ഉണ്ട്. നാളെയാണെങ്കിൽ അടിപൊളി ഗാനമേള. അടിപൊളിയാണോന്ന് അറിയത്തില്ല കേട്ടോ, അത് കണ്ടാലേ കേട്ടാലേ അറിയാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ എന്തായാലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് പ്രോഗ്രാം അല്ല, നമുക്ക് ചുമ്മാ പോവാൻ എൻജോയ് ചെയ്യാം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ത് വേണം, ഇന്നലെ പള്ളിക്കകത്ത് ഫുള്ള് ഉണ്ടാക്കിയിട്ടോ, പള്ളിക്കകത്ത് വെള്ളം കോരി ഒഴിക്കണം, അതാണ് അവളുടെ ലക്ഷ്യം. അപ്പോൾ വേറൊന്നല്ല, ഇന്ന് നമ്മൾ മമ്മിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോവാണ്. സർപ്രൈസ് ആകുമായിരിക്കും, എന്താകുമെന്നൊന്നും അറിയാൻ പാടില്ല. വേറൊന്നല്ല, നമ്മളൊരു ഫോണാണ് കേട്ടോ വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഭയങ്കര കാറ്റടിക്കുന്നുണ്ട്. വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ബാക്കി എന്തായാലും നമുക്ക് കാണാം കേട്ടോ. എന്താകും, സർപ്രൈസ് ആകും അതോ ടെററാകുമെന്നുള്ളൂ. അത് വെക്കില്ലെന്നേ വണ്ടിയില്. കണക്ടിവിറ്റി ഉള്ളത് 4G കിട്ടും, 5Gയിലോട്ട് വരുമ്പോൾ 5G കിട്ടും. നോർമൽ ഇപ്പം നമ്മൾ ഇപ്പം യൂസ് ചെയ്യുന്നില്ല. കാരണം അച്ഛൻ ഒരു ഇതിൻ്റെ ഇടയിൽ അച്ഛയുടെ ഒരു വീക്ക്നെസ് ആണ് ലോട്ടറി എടുക്കുക എന്നുള്ളത്. പക്ഷേ ഇതിപ്പോൾ കണ്ടപ്പോൾ പാവം കേട്ടോ, ചേട്ടനെ കണ്ടപ്പോൾ എനിക്ക് പപ്പനെ ഓർമ്മ വന്നു. ഇവിടെ ഞാൻ ആ ചേട്ടനോട് തീരാറായെന്ന് വിശ്വസിച്ച് കുറച്ചും കൂടി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നിഷ്കളങ്കമായ ഒരു ചിരി അല്ലേ, പാവം തോന്നിട്ടോ. പാവം അച്ഛൻ 2 ടിക്കറ്റ് എടുത്തു. ഞാൻ പറഞ്ഞു എടുത്തോ, ഞാൻ ഒരിക്കലും എടുക്കാൻ പറയണല്ലേ, എടുത്തു കഴിഞ്ഞാൽ ചാടിക്കുമെന്ന് പറഞ്ഞു. എന്നാണ് മനുഷ്യനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇതിപ്പോൾ നമ്മൾ മമ്മിക്കുള്ള ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവാണ്. വെള്ളം കുപ്പി കളയല്ലേ, കുപ്പി കളഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ സാരിയും കണ്ടി വന്ന പോലെ ഇത് തിരിച്ചു കൊടുത്തേക്കാൻ പറഞ്ഞു. പിന്നെ ഇത് പിന്നെ ഇവിടെ കമ്പ് കൊടുത്തിട്ട് അന്ന് അച്ഛക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും ഭയങ്കര സങ്കടമായി പോയായിരുന്നു. അന്ന് അച്ഛ ഇത് മേടിക്കുന്ന ആരും പറഞ്ഞപ്പോഴേ ഞങ്ങൾ ഇങ്ങനെ ഓർമ്മ ഇന്ന് തിരിച്ചോണ്ട് കൊടുക്കാൻ പറയുമോ, ഡ്രസ്സാണെങ്കിൽ പിന്നെ കൊണ്ട് കൊടുക്കാം. ഫോൺ ഓൾറെഡി അവർ ഓപ്പൺ ചെയ്തല്ലേ തരുന്നത്, നമുക്ക് അത് സാധനം റിട്ടേൺ ചെയ്യാനൊന്നും പറ്റും. സാധാരണ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് എല്ലാം ഓപ്പൺ ചെയ്തിട്ട് ബില്ലടിക്കുന്നത്. ഈ പുള്ളിക്കാരൻ എന്തോ അതെ 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 ശരിയാ, എല്ലാം കാണിച്ചതിന്റെ ബില്ലുള്ളൂ. ഉള്ളൂ. പിന്നെ നമ്മള് പിന്നെ ഒന്നും പറഞ്ഞില്ല അതിനെ കുറിച്ച്. അത് ശരിയാ, അങ്ങനെയല്ലേ. ശരി, ബാക്കിയാ വീട്ടിലുണ്ട് കാണിക്കട്ടോ മമ്മിയുടെ റിയാക്ഷൻസ്. അവിടെ ലൊക്കേഷൻ ആണ് കേട്ടോ. ഇവിടെ ഇവിടെ ഉണ്ട്. സ്വർണ്ണമാണോ? അതെ, ഹൈറേഞ്ചിന്ന് സ്വർണ്ണം കിട്ടുമോ? ഫോണാ പുതിയ ഫോണാ. അമ്മയ്ക്ക് പുതിയ ഫോണ് മേടിച്ചു കേട്ടോ. അമ്മ പറയാ തിരിച്ചോണ്ടാ കൊടുത്താ. അമ്മയ്ക്ക് പുതിയ ഫോണ്, മമ്മിക്ക് ലോട്ടറി ആണല്ലോ. അമ്മി ഇനി വാ സാധനമൊക്കെ വാരിട്ട് വേണ്ട വീടെടുക്കാൻ, വെട്ടൊക്കെ സാരമില്ല. അമ്മയ്ക്ക് പുതിയ ഫോണാ മേടിക്ക്, അതെന്നെ നോക്ക്, അങ്ങനെ കൊടുക്ക, അതെന്നാന്ന് നോക്ക്, തുറക്ക്. ഉണ്ടോ എന്റെ മുഖം തെറ്റി എന്റെ പൊന്നു മമ്മി തുറക്കത്തില്ലേ? അപ്പോ എന്ത് തുറക്കോ? ഇത് ലോട്ടറി അടിച്ചില്ല, പെരുന്നാൾ കാണിച്ച്. അമ്മ പറയും തിരിച്ചോണ്ടാ കൊടുക്കാൻ. ഇത് തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല.
പിന്നെ വിളിച്ചാലും കൈ വിടുന്നു ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞുകൊണ്ട്. ആദ്യക്കുട്ട അതൊക്കെ പിള്ളേരെന്നാണേലും എടുത്തെറിയും. എന്റെ പൊന്നെ പൊളിച്ച്. എന്റെ നാളത്തെ എന്റെ ബർത്ത്ഡേയാ. എനിക്കെന്നാ ഉള്ളത്? ഉണ്ട്. അതെ, ഇതൊന്നുകൂടെ കൊടുത്താ മതി. ഇത് അമ്മാനും കൊടുത്താ മതിയായിരുന്നു. ചേട്ടാക്കി കൊടുത്തിട്ടേ മമ്മിയുടെ ആന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. കൊറേ നാളായിരുന്നു ഫോൺ മേടി. പിന്നെ മറ്റേത് വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ ഇരിക്കുമല്ലായിരുന്നു. കാര്യമില്ല, മേടിച്ചു കഴിഞ്ഞാല് ഈ ചാർജ് ചെയ്ത് നിൽക്കുന്ന ഫോണെ പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കാൻ പറ്റുള്ളൂ. അത് ഏത് ഫോൺ മേടിച്ചാലും പിള്ളേർ കളിക്കും. അതല്ല, ഇപ്പൊ നല്ല ഫോൺ കളിക്കാൻ കൊടുക്കാൻ പറ്റില്ലല്ലോ. ഒരെണ്ണം എന്തായാലും വേണം, നെറ്റുള്ള ഫോണ്. നമുക്ക് ആ ഫോൺ എപ്പോഴും നെറ്റാക്കി ഇടുവൊന്നുമില്ലല്ലോ. തിരിച്ചുകൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല. ഈ ഫോൺ മാത്രം തിരിച്ചോണ്ട് തുണി പോലെ അല്ല. രസമല്ലേ ഇതൊക്കെ? അതെ, വീഡിയോ കാണാനും വീഡിയോ കോൾ വിളിക്കാനും. ഇപ്പൊ ഈ വീഡിയോ അത് പോയില്ലേ, അത് ഇതായില്ലേ. അതെ, കഴിയുമ്പം അടുത്ത ഫോൺ മേടിക്കുന്നു. ഏത് അത്രയൊന്നും ആയില്ല ഫോണ്. ഇല്ല 2 വർഷത്തിൽ കൂടുതലായി കാണും. 2 വർഷത്തിൽ കൂടുതലൊന്നും ആയിട്ടില്ല ഫോണ്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടോ? അമ്മയ്ക്ക് വാവും, അമ്മയ്ക്ക് അരിശോ ഫോണിനെ പറ്റി അമ്മയ്ക്ക് എന്നാ അറിയാലോ. ഫോട്ടോയോ? ഹലോ, അപ്പോൾ നമ്മുടെ ഒരു കുട്ടി സർപ്രൈസ് ആയിരുന്നു ഇന്നത്തെ വീഡിയോ. മമ്മി എന്ത് കൊടുത്താലും മമ്മിയുടെ ഒന്നും കൊണ്ടല്ല, പൈസയുടെ ഒരു സംഭവം, പൈസ പോകില്ലോ എന്ന് ഓർത്തുകൊണ്ട് വേണ്ടെന്ന് പറയുള്ളൂ. അങ്ങനെ എപ്പോഴും എന്ത് കൊടുത്താലും ചെറുതായാലും വലുതായാലും അങ്ങനെ ഒരു രീതിയിലേ സംസാരിക്കത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് ആ ഒരു സർപ്രൈസും ഭയങ്കര സന്തോഷമൊന്നും നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റത്തില്ല. ഒരു ദേഷ്യമായിരിക്കും വാങ്ങിച്ചുകൊണ്ട് വന്നതിന്. അങ്ങനെയാണ് കേട്ടോ. അതെന്തായാലും എന്തെങ്കിലും ഇതിനോ ഇപ്പോൾ വാങ്ങിച്ചേ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കത്തില്ലേ, കൊച്ചിനെന്തെങ്കിലും വാങ്ങിക്കത്തില്ലേ, അങ്ങനെ ഒരു രീതിയാണ് അല്ലേ അമ്മി? ഒന്നും വാങ്ങുന്നേ അമ്മി? ഇങ്ങോട്ട് ഒന്നിങ്ങ് വന്നേ. ഇവിടെ വരാം, ചോദിക്കാം. നമുക്ക് നേരിട്ട് ചോദിക്കാം മമ്മിയുടെ ഒരു വരുന്നുണ്ടേ. എന്നാ ഉണ്ട് മമ്മി? ഇഷ്ടപ്പെട്ടോ മമ്മി? ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് പറഞ്ഞില്ലേ, അമ്മയ്ക്ക് ദേഷ്യം എന്നാ കൊടുത്താലും എന്തിനാ ഇത്, വേണ്ട അത് വെച്ച് വേറെ എന്തെങ്കിലും വാങ്ങത്തില്ലേ അല്ലേ? ഒരു കൂട്ടം മേടിച്ചോണ്ട് വരും, വഴക്ക് പറയും, അടുത്ത മേടിച്ചു. ഇത് ഞാൻ പറഞ്ഞു, ഇത് തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാത്രം അല്ലേ വേണ്ട. ഫോണോ? ഇല്ലല്ലേ? ഇല്ല, പൊട്ടിക്കുമല്ലേ അത്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ മേടിച്ച് പൈസ കൊടുത്ത് കഴിയുമ്പോൾ അവർ പൊട്ടിക്കത്തുള്ള സാധനം. പിന്നെ നമുക്ക് തരത്തില്ല. ഒന്നും നടക്കൂല. സത്യമായിട്ട് കേട്ടോ, ഒന്നും നടക്കില്ല. ഫോൺ മാത്രം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. മഴ തൂളുന്നുണ്ട് മമ്മി. മഴ ഇന്നലെ വെട്ടം തൂളിയായിരുന്നു മഴ. പള്ളി പെരുന്നാളാണ്, അതാണ്. അവിടെയൊക്കെ നല്ല തെളിവുണ്ട് അല്ലേ? ഇന്നത്തെ കഴിഞ്ഞ സാരമില്ലായിരുന്നു. അതെ. അത് മഴ തൂളുന്നായിരുന്നേ. ഈ പ്ലാവേന്ന് വെള്ളം വീഴുന്നു. ആണോ? പ്ലാവേന്ന് വീഴുന്ന വെള്ളം വന്നേ ചക്കയുണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു തരാണ്. ഇതാണ് ഞാൻ നോക്കുവോ എവിടെയാണ് എന്താണേലും ഉണ്ടല്ലോ. ചോട്ടിലല്ലേ ഉണ്ടാകും. ശരിയാ, മേളുണ്ടോ? ഉണ്ടാവും. ആദ്യക്കുട്ടി ഉറങ്ങിട്ടോ. ആദ്യക്കുട്ടി ഉറങ്ങി, ആദ്യക്കുട്ടൻ ഉറങ്ങിയല്ലേ? പോയി കുളിച്ചോ? കുളിക്കാൻ പോകുന്നത് ഞാൻ വിളിച്ചോട്ട് വന്നാണ്. മമ്മിയുടെ അതൊരു മമ്മിയുടെ മമ്മിക്ക് എന്താ പറയാനുള്ളത് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടില്ല. വെച്ചിട്ടുണ്ടെന്നാ ഒന്നും പറയുന്നില്ല. അച്ഛനോട് പറഞ്ഞു, ഇനി ഇത് തിരിച്ചോട്ട് കൊടുത്താൽ എന്നെ കമ്പടിച്ചിടുന്നാണ്. എന്തേരം പറഞ്ഞാലും കേൾക്കയില്ലാത്ത എന്നും കൊണ്ടുവരും. എന്തേലും നമ്മുടെ അമ്മമാരെ അങ്ങനെ പറയും, എനിക്കത് വേണ്ട. പക്ഷെ നമ്മൾ എന്താ ചെയ്യണ്ടേ? എത്ര കേട്ടാലും എത്ര വഴക്ക് പറഞ്ഞാലും നല്ല കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ചെയ്യണം. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ചെയ്യണം, അത്രേ ഉള്ളൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ, എത്ര പറഞ്ഞാലും. ആവശ്യമില്ലാത്ത കാര്യമാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ചെയ്യേണ്ട. ഇതൊക്കെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. എനിക്കുണ്ടല്ലോ ഇപ്പം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഞ്ചൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? ഉള്ളതല്ലേ? രാത്രിയൊക്കെ ഞാൻ വിളിച്ചാൽ ചില സമയത്താണ് കേട്ടോ പ്രശ്നം. ചില സമയം ആ ഫോൺ എന്നാ നല്ല കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെ ആയതുകൊണ്ട് മാത്രം അതൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനമല്ലേ ഇനി അങ്ങോട്ട്.
അല്ല മമ്മി മഴ തൂളുന്നത് തന്നെയാ മമ്മി. ആണോ? ആ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഇവിടെ നോക്കി ടാറ്റ കൊടുക്കുക. ആ ഞാൻ ടാറ്റാ. ബൈ ബൈ.